ഞാൻ ഇത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിന് റിയാക്ട് ചെയ്യാനും പോയിട്ടില്ല. ചില സമയത്ത് ചില ആക്ടേഴ്സ് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് സംസാരിക്കണു. മനുഷ്യന്മാരല്ലേ, ഞാൻ അത് ആലോചിക്കണം. നമ്മൾ ആ ടൈമിൽ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ഫോളോ ചെയ്താൽ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ വൈ ദിസ് മച്ച് ഹേറ്റ് ഓൺ മീ എന്ന് എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ആൾക്കാർ ഹേറ്റ് ഇങ്ങനെ ചെയ്യണില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സീരിയസ്ലി, ബിക്കോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഞാൻ ആദ്യം നോക്കുക എന്നെ ഫോളോ ചെയ്യാത്ത ഏതെങ്കിലും ഒരാൾ കമൻ്റ് ഇട്ടുണ്ടോ, അതെന്ത് കമൻ്റ് ആയിക്കോട്ടെ. ഇപ്പം പൊതുവെ ബോഡി ഷേമിങ് ആയിട്ടാണ് ആൾക്കാർ ഇങ്ങനെയാണ്, തടിച്ചിയാണ്, അമ്മച്ചിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇത് ഇടുമല്ലോ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടാൽ ഐ വിൽ ബി സോ ഹാപ്പി. സീരിയസ്ലി ഐ വിൽ ബി ലൈക്ക് ഓക്കെ നൗ ദ ഗാങ് ഈസ് കമ്മിങ്. അവർ വരുന്നുണ്ട്, ഇതിൻ്റെ റീലിൻ്റെ അത് കയറിപ്പോക്കോളും. I don't mind actually people hating me or people love me or hate me എന്നുള്ളതല്ല. I just want am I doing my job? Yeah. That's what you meant. And I just want to be there. ചില ആൾക്കാർ ഇപ്പം എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് റെസ്പോൺസിബിൾ ആവേണ്ട ചില ആൾക്കാർ ജസ്റ്റ് സ്പ്രെഡിങ് ഹെയ്റ്റ്. അത് കണ്ടപ്പോൾ ഐ തോട്ട് ലൈക്ക് ഇതിപ്പോൾ എന്താണ്, നോട്ട് ലൈക്ക് നോർമലി പീപ്പിൾ ആർ എന്താ പറയുക ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. ഇപ്പോൾ ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ട്, മല്ലു അനലിസ്റ്റ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളെ ഞാൻ മുന്നേ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. സോ ഹി ഹിംസെൽഫ് നെയിം ആസ് അനലിസ്റ്റ്. അപ്പോൾ ആൾ ഇതേപോലെ പടങ്ങളെ പറ്റി റിവ്യൂ ചെയ്യുന്നു, അതേപോലെ കുറേ കാര്യങ്ങളെ പറ്റി റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ടൈമിൽ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ഫോളോ ചെയ്താൽ ദെൻ ഒരു ടൈമിൽ ഹി ആക്ച്വലി എൻ്റെ ഒരു വീഡിയോ ചെയ്തു. അപ്പം ഞാൻ ആക്ച്വലി ഐ വാസ് വെരി എക്സൈറ്റഡ്. ഓ മല്ലു അനലിസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നോക്കുമ്പം മൂപ്പരാളെ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് അയാൾ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് എന്നുള്ള പോലെ അയാൾ സംസാരിക്കണേ. ആ ഒരു കാര്യത്തിൽ എത്ര ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു സെലിബ്രിറ്റീസ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്കാരെ ഈ 34-40 ഇന്റർവ്യൂസ് ഒക്കെ ഒരു ദിവസം ഒരൊറ്റ ഷെഡ്യൂൾ തീർക്കണം. ചില സമയത്ത് ചില ആക്ടേഴ്സ് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് സംസാരിക്കണു. മനുഷ്യന്മാരല്ലേ, ഞാൻ അത് ആലോചിക്കണേ. കാരണം എനിക്ക് എൻ്റെ ജോബ് ഓൺലി 1 ഇന്റർവ്യൂ ദാറ്റ് ഡേ അവരായിട്ട് സംസാരിക്കണം. മേ ബി കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ 1-2-3 ഇന്റർവ്യൂസ് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ അവരെ സംബന്ധിച്ച് ലോഡ് ഓഫ് ചാനൽസ്, ലോഡ് ഓഫ് ഇന്റർവ്യൂസ്, അത് ഭയങ്കര ഒരുമാതിരി ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോവും. ധ്യാന്റെ ഇന്റർവ്യൂവിൽ വന്ന സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു ആ ഇന്റർവ്യൂ. അപ്പൊ ട്രിവാൻഡ്രത്ത് അന്ന് ആക്ച്വലി ഞാൻ പീരിയഡ്സും ആണ്, എനിക്ക് തീരെ വയ്യ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ രാവിലെ എത്തിയിട്ട് ഓൾറെഡി വേറൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മണിക്ക് ധ്യാൻ്റെ ഒരു സ്ലോട്ട് പറഞ്ഞു, നമുക്ക് അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് ഡിലേ വരുന്നു. അപ്പം എന്താ പറയുക, ധ്യാൻ ലേറ്റ് ആവും, ഐ ഡോണ്ട് നോ, പക്ഷെ അങ്ങനെ എന്ത് ഡിലേ വന്നു. എന്നാൽ എൻ്റെ ഇൻ്റർവ്യൂ അന്ന് ആക്ച്വലി നടക്കുന്നത് 9:30-10 ആ സമയത്താണ്. സോ ഓൾറെഡി ധ്യാൻ എക്സോസ്റ്റഡ് ആയി. അതുമല്ലാതെ എൻ്റെ അടുത്ത് PR വന്നിട്ട് പറഞ്ഞു 15 മിനിറ്റ് സമയമുള്ളൂ, 15 മിനിറ്റിൽ പെട്ടെന്ന് തീർത്തോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പോവാണേ. അപ്പം ഞാൻ ആ 15 യു ഓൾസോ ക്യാൻ റിലേറ്റ് ദാറ്റ്. ബിക്കോസ് നമ്മളൊരു 15 മിനിറ്റ് നമ്മുടെ അടുത്ത് ഒരാളെ കിട്ടിയിട്ട് നമുക്ക് എന്ത് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ അപ്പോൾ പറയും പറ്റില്ല, 30 മിനിറ്റെങ്കിലും മിനിമം നീ എടുക്കണം, ഇത്ര കണ്ടന്റെങ്കിലും വേണം, ഇതിവർ പറയും. ഈ പ്രഷർ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചാനലിൽ നിന്നും വരും. ഞാൻ കൂടുതൽ സമയം എടുത്ത് കഴിഞ്ഞ് ഇയാളും വന്ന് തന്നെ ഓൺ ഇൻ്റർവ്യൂ നമ്മുടെ അടുത്ത് വന്നിട്ട് നിർത്തി പൊക്കോ, മതി, സമയം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ധ്യാൻ്റെ അടുത്ത് റാപ്പിഡായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ചേട്ടാ ഇത് റാപ്പിഡ് ഇൻ്റർവ്യൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര അങ്ങനെ കയറിയിട്ട് സംസാരിച്ചെന്ന് വെച്ചാൽ അവരൊന്ന് ഓണാവട്ടെ. കാരണം അവരിങ്ങനെ ഭയങ്കരമായിട്ട് തൂങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കം വന്ന പോലെ ഇരിക്കുക. അപ്പം ഞാൻ കുറച്ചുകൂടെ എൻ്റെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ ബി ലൈക്ക് ഓക്കെ ആൻഡ് ആക്ച്വലി അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരും അതിനനുസരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഞാൻ ഒരു സെഗ്മെൻറ്റ് വെച്ചു. അതായത് എന്താ പറയുക, നമ്മുടെ മുന്നിൽ കൂടെ കുറച്ച് സെലിബ്രിറ്റീസ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരെ പറ്റി മൈൻഡിൽ തോന്നുന്ന ഒരു കമൻറ്റ് എന്താണ് എന്നുള്ളത്. ഞാൻ ഇത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിന് റിയാക്ട് ചെയ്യാനും പോയിട്ടില്ല, മല്ലു അനലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ദ ഫസ്റ്റ് ടൈം ഞാൻ ആക്ച്വലി സെയിങ് ദിസ്. അപ്പം ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ഓൾസോ ഞാനൊരു എക്സാമ്പിളും കൊടുത്തു. അതായത് ഇപ്പം മോഹൻലാൽ, ഇപ്പം ലാൽ സാറാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകണമെങ്കിൽ അദ്ദേഹത്തിന് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് ഏത് ബ്രാൻഡാ വാച്ച്,
ഇപ്പോൾ പൃഥ്വിരാജ് അല്ലെങ്കിൽ ആ സാറാണ് പോകുന്നതെങ്കിൽ ഏതാണ് പുതിയ പ്രോജക്റ്റ്, ഇതാണ് ഞാൻ മൈൻഡിൽ ആലോചിച്ചത്. പക്ഷെ ധ്യാൻ പറഞ്ഞത് വേറൊരു ഫണ്ണി വേയിലായിരുന്നു. ഇപ്പം ബേസിലാണ് വന്നെങ്കിൽ ആ വഴിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രസത്തിലാണ് ആൾ പറഞ്ഞത്. ആക്ച്വലി എൻ്റെ ബുക്കിൽ ബേസിൽ ജോസഫ്, പിന്നെ വിനീത് ശ്രീനിവാസൻ, പിന്നെ ഇവരുടെ ആ ഒരു ഗ്യാങ്, നിവിൻ പോളി, ഇങ്ങനത്തെ കുറച്ച് ഗ്യാങ്ങിൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇതിൽ. പക്ഷേ ആക്ച്വലി ഈ ക്രൂ മൊത്തം ഇരുന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം മനസ്സിലാവുള്ളൂ ഇവരെന്തിനാ ചിരിക്കണേ എന്നുള്ള രീതിക്ക്. എന്നിട്ട് ധ്യാൻ തന്നെ എന്നോട് പറയുന്നുണ്ട് പെണ്ണുങ്ങളുടെ പേര് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് നിത്യമേനൻ എന്നുള്ള കാര്യം വന്നു. ഓക്കെ, നിത്യമേനനെ പറ്റി സംസാരിച്ചു. എൻ്റെ കയ്യിലപ്പോൾ വേറെ പേരൊന്നും ഇല്ല. അപ്പം അവിടെ നിന്ന് പറയണ്ട ഹണി റോസ് ചോദിക്കുകയെന്ന്. അപ്പോഴാണ് ഞാൻ ആ പേര് കേട്ട പാടെ ഹണി റോസ് ചോദിക്കണേ. അപ്പോൾ ഇവരുടെ റിപ്ലൈ എന്താണെന്നോ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. കാരണം അത്രയും ചിരി എന്ന് പറഞ്ഞാൽ അത്രയും ചിരിയാണ്, അത്രയും കരഞ്ഞോണ്ടൊക്കെ ചിരിക്കണം ഇവിടെ ആൾക്കാർ, തലോണൊക്കെ എടുത്തെറിയണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതുവരെ അങ്ങനെ ഒരാൾ ചിരിക്കണം കണ്ടിട്ടില്ല. ഞാൻ അവസാനം ഇവർ ചിരിയേണ്ട ഇക്ക് ചിരി വരാൻ തുടങ്ങി. അല്ലാണ്ട് ധ്യാൻ പറഞ്ഞ കാര്യത്തിലോ ഇതിലൊന്നുമല്ല ഞാൻ ചിരിച്ചത്. പക്ഷെ അദ്ദേഹം അത് അനലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു വ്യക്തിയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദാറ്റ് ഈസ് വെരി ഷുവർ. അയാൾ അങ്ങനെ പറയണം. അപ്പം ഞാൻ ആലോചിച്ചു ബ്രോ സീരിയസ്ലി, കാരണം ഒരു അനലിസ്റ്റ് എന്ന് പേരിട്ട് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ പോലും മൊത്തം കാണാതെ അദ്ദേഹത്തിന് തോന്നുന്ന ക്ലിപ്പിങ്സ് മാത്രം വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അപ്പം എനിക്ക് തോന്നിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഹെയ്റ്റ്സ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹി ക്യാൻ കോൺടാക്ട് മീ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ, ഐ വോണ്ട് ടു മേക്ക് എ വീഡിയോ ഓഫ് ദിസ്, എന്താണ് ആക്ച്വലി നടന്നത്. അത് ഇറ്റ്സ് ഗ്രേറ്റ്, അറ്റ്ലീസ്റ്റ് രണ്ട് സൈഡും ആൾക്ക് അറിയാം. അപ്പോൾ അയാൾ കൊടുക്കുന്ന കണ്ടന്റിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. ഇതിപ്പോൾ പണ്ട് ഞാനും ഇയാളെ ഫോളോ ചെയ്തിരുന്നല്ലേ, പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നും അറിയാതെ ആണോ ഇയാളിപ്പോൾ ഇത് ചെയ്യുന്നേ എന്നുള്ളൊരു കാര്യം. ഓൾസോ ഇത് എനിക്ക് ആക്ച്വലി ഹണി റോസിനും ഭയങ്കര ബാഡായിട്ട് തോന്നി എന്നുള്ളത് ഞാൻ എവിടെയോ ഒരു സ്ഥലത്തിൽ വായിച്ചു. ആൻഡ് ഐ എം റിയലി സോറി. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യമേ അല്ല ഞാൻ ഹണി റോസിനെ പറ്റി. കാരണം ഇപ്പോൾ ഒരു വ്യക്തിനെ ബോഡി ഷെയിം ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് ആ ചിന്ത വേണം. ആക്ച്വലി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുമ്പോഴാണോ ഇതിനിങ്ങനെ ഒരു വശം ഉണ്ടല്ലോ എന്ന് ലിറ്ററലി ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയാണ് പോയേ, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ വ്യക്തിക്ക് അത് എത്തിയെങ്കിൽ ഐ എം റിയലി സോറി എന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. യാ.